വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാം. ഇതിനായി ഒരു കോഴിയെ 10 മീഡിയം പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ 6 വെളുത്തുള്ളിയും 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ചേർത്ത് നന്നായി അരച്ചെടുത്തും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ മതി. നമ്മൾ അലൂമിനിയം പാത്രം മറ്റോ യൂസ് ചെയ്യുന്നെങ്കിൽ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഈ അരപ്പ് ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരപ്പ് പുരട്ടിയ ശേഷം ചിക്കൻ നന്നായി നിരത്തിയിടുക. എന്നാൽ മാത്രമേ കുക്ക് ചെയ്യുമ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ഒരു സവാളയും ഒരു ക്യാപ്സിക്കവും ചോപ്പ് ചെയ്തത് നിരത്തി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തതിനാൽ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇതിനായി 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 8 ഏലക്കയും 10 ഗ്രാമ്പു, 4 ഇഞ്ച് വലിപ്പമുള്ള കറുകപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 3 കപ്പ് ബസുമതി റൈസ് ഇട്ട് വേവിക്കാം. അരി 90% വേവാകുമ്പോൾ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ആദ്യത്തെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ പീസസ് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഊറ്റിയെടുത്ത ചോറിന്റെ പകുതി നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 6 പച്ചമുളക് നിരത്തി വയ്ക്കാം. ബാക്കി ചോറ് ഇതിന് മുകളിലായിട്ട് നിരത്തിയിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഇതിന്റെ നടുഭാഗം ഒന്ന് കുഴിച്ചു നോക്കാം. നടുഭാഗത്ത് വെള്ളം ഉണ്ടെങ്കിൽ അല്പസമയം കൂടി വെള്ളം വറ്റുന്നതിന് വേണ്ടി നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.